ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ അയ്യോ അതാ കൊണ്ടുപോകുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല 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 രാമ 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 പാഹി മാം രാമ 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 പാഹി മാം രാമപാദം അതും പോയ പിന്നെ രാമ പാഹി മാം പിടിച്ച പോലെ ആകുമോ? പറയുന്ന കേട്ടില്ലേ, എന്തെങ്കിലും ചെയ്യുക. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 പതുക്കെ എന്തോന്നേ പതുക്കെ അതൊക്കെ തുറയണ്ട. നീ ചോനെ സൂക്ഷിക്കാൻ എന്തോ സൂക്ഷിക്കാൻ ഇനി സൂക്ഷിക്കുന്ന പരിപാടിയില്ല. ഇങ്ങോട്ട് വലിച്ചാൽ പിന്നെ ചത്തോ പിന്നെന്താ തലമുട്ടെ അതിനെ കുഴപ്പം ജീവൻ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരിക. കണ്ണാടി ബ്ലഡി നോൺസെൻസ് അമ്മേ. ഇംഗ്ലീഷ് പറയുന്നു. ബ്ലഡി ഫൂൾസ് ഇഡിയറ്റ്സ്. ഞങ്ങൾ കൊന്നതല്ല സാർ. അടിച്ചപ്പോ തല്ലല്ലേ സാർ. സത്യമായിട്ടും കൊച്ചാപ്പനെ കൊന്നത് ഞങ്ങളല്ല. ഞാൻ വെറുതെ ഒന്ന് കൈ ഓങ്ങിയേ ഉള്ളൂ. കൊച്ചാപ്പ ചത്തു വീണു. ഓഹോ, അപ്പൊ നീ കൈ ഓങ്ങിയാൽ ഉടനെ ആരും മരിക്കുമല്ലേ? എങ്കിൽ നീ ഇവന്റെ നേരെ കൈ ഓങ്ങിക്കേ. ഇവൻ മരിക്കുമോ നോക്കട്ടെ. എന്താണ് മരിക്കാത്ത? എന്താണ് നീ മരിക്കാത്ത? ചാവാനുള്ള സമയമില്ലായിരിക്കും. പുലി പറിച്ചിട്ടാ സാർ ഞങ്ങളൊക്കെ ചെയ്തത്. പുലിയോ? ആ, അതാരാ? ഞങ്ങളുടെ നിയമമാണ് സാർ. ഹലോ, അതെ ഉണ്ടല്ലോ സാർ. ആരാ? വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാത്ത? എന്താ ശാന്തി? എന്താ ദാസേട്ടാ ഇത്? മണി എത്രയെന്നറിയോ? ദാസേട്ടൻ വന്നിട്ട് ഉണ്ണാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. എനിക്ക് ഓർക്കാപ്പുറത്തൊരു കേസ് വന്നു കിട്ടു. രാവിലെ മുതല് അതിന്റെ പിന്നാലുള്ള ഓട്ടമായിരുന്നു. സ്വന്തം പിറന്നാളിനെങ്കിലും ഈ ലോകകപ്പും കേസും ഒക്കെ വിട്ട് ഒന്ന് വീട്ടിലിരുന്നൂടെ? അതിന് സമയം കിട്ടണ്ടെന്ന്. അതൊക്കെ നേരത്തെ ഓർക്കണായിരുന്നു.
ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ഊണ് കഴിച്ചോളൂ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതല്ലല്ലോ വലിയ കാര്യം. ആ മോളെവിടെ? ഡാഡിയുടെ അല്ലേ മോള്. ഡാഡിക്ക് പ്രസന്റേഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിപ്പോ കുട്ടന്റെ കൂടെ വിട്ടിരിക്കുക. ആ മോളല്ലേ? ഡാഡിയാണ്. ഡാഡി വരാൻ വൈകിയതിന് മോള് ഡാഡിയോട് പണക്കാണോ? എന്താണ് മിണ്ടാത്ത? ഡാഡിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ? ഡാഡി അതൊക്കെ തീർത്തിട്ട് വരാം. മോള് ഊണ് കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്. ചക്കരക്കുട്ടനല്ലേ? ഡാഡിക്ക് ഒരു ഉമ്മതാ. ഡാഡിക്ക് ബർത്ത്ഡേ പ്രസന്റ്. 16, 18 34, 2 ശനി. മനസ്സിലായില്ലേ? സെക്കൻഡ് സാറ്റർഡേ. ശനിയും ആ ഈ ശനി ഞായറാഴ്ച നടക്കും. 53, 19, 22 നടപ്പ്. നടപ്പൊന്നുമല്ല, കിടപ്പാ. കാലം കുറെ കിടക്കാൻ തുടങ്ങിയിട്ട്. അഷ്ടമത്തി ചൊവ്വയാണ്. ഇപ്പൊ ശനി പോയി ഞായർ പോയി ഇപ്പൊ ചൊവ്വയായോ? എന്റെ ഈശ്വര. മരണകാരകനായ ഗുളികന്റെ നോട്ടവും ഉണ്ട്. അപ്പൊ ഈ നോട്ടം മാത്രമേ ഉള്ളൂ. അവൻ 7 നിന്ന് വേങ്കോണിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം സുനിശ്ചിതം. അതെപ്പോഴാ നടക്കണേന്നൊന്ന് പറയണ്ട പൊന്നു ചോദിച്ചരേ. നോക്കാം. അറിഞ്ഞാ വിഷമം തോന്നരുത്. ജോത്സ്യര് പറഞ്ഞു മനസ്സിലേ. ഈ ജാതകകാലം മരിച്ചു കഴിഞ്ഞു. ഈ ജാതകം തെറ്റാണ്. ജാതകം തെറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ? എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ ജാതക പ്രകാരമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാവുന്ന. നീ ഒന്ന് ചുമ്മാ റെഡി. രണ്ടിലൊന്നും അറിയാം എങ്ങനെയാ പോവാ. തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇല്ല ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. അല്ല ജോലിസിന് പോവാണ്. അതെ, അങ്ങനെ പോയാലൊക്കോ? രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോവോ? ഞാൻ ചെയ്യാനുള്ള കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് വരെ ആളെ നോക്കണം. അവിടെ ഞാൻ ഇല്ല. ആരെങ്കിലും ഒന്ന് ചുമ്മാ അങ്ങനെ പണിക്ക് പോട്ടെ. എടാ മച്ചാ, ഇങ്ങർക്ക് എന്താന്ന് വെച്ചാ കൂടെ എന്നാ ചോദിച്ചാൽ ചെന്നാ അവിടെ. ശരി ചെല്ല്. അങ്ങനെ 5 രൂപ അതും പോയി. മോനെ ചേട്ടാ, അത് ഞാൻ നേരെ അത് താഴെ പൊട്ടു. അത് വേണ്ടാട്ടാ. എന്നാ ഓണത്തിന്റെ ഒരു പൂട്ട് വെച്ചോടോ. കക്ക നടക്കേ വള്ളന്മാര്. എന്തിനാ പേടിക്കുന്നത്? വരൂ. എന്തിനാ അവിടെ നിന്ന് എല്ലാവരും സൂക്ഷിച്ചു നോക്കിയത്? ഞാൻ മരിച്ചോന്നറിയാനാ. അപ്പൂപ്പം പെട്ടെന്ന് മരിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞു. അയ്യോ, അവള് കള്ളം പറയാ. അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാ അച്ഛൻ പറഞ്ഞു കാണും. അച്ഛൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. MA കാരിയുടെ സാമർഥ്യമുണ്ട്. കള്ളം പറയുന്നത് അപ്പൂപ്പന് ഇഷ്ടമല്ല. അപ്പൂപ്പൻ മരിക്കെന്ന് പറഞ്ഞത് കള്ളമാണോ? എല്ലാവരും മരിക്കും, ആരും മരിക്കാതിരിക്കില്ല. പക്ഷേ അത് ഒരിക്കലേ ഉണ്ടാവുന്ന വെപ്പ്